30ാമത് രാജ്യാന്തര ചലച്ചിത്രമേള ഡിസംബർ 12 മുതൽ 19 വരെ തിരുവനന്തപുരത്ത് നടക്കും. 26 വ്യത്യസ്ത വിഭാഗങ്ങളിലായി 82 രാജ്യങ്ങളിൽ നിന്നുള്ള 206 ചിത്രങ്ങൾ മേളയുടെ ഭാഗമാകും. ചലച്ചിത്രമേളയുടെ ഡെലിഗേറ്റ് പാസ് വിതരണത്തിന് ഇന്ന് രാവിലെ തുടക്കമാകും. ചലച്ചിത്ര താരം ലിജോ മോൾ ജോസ് ആദ്യ ഡെലിഗേറ്റ് കിറ്റ് ഏറ്റുവാങ്ങും. പലസ്തീൻ ജനതയുടെ പ്രതിരോധത്തിന്റെയും ചരിത്രത്തിന്റെയും അടയാളപ്പെടുത്തലുകളുമായി ആൻ മേരി ജാസിർ സംവിധാനം ചെയ്ത പലസ്തീൻ 36 ഉദ്ഘാടന ചിത്രം. ആഫ്രിക്കൻ സിനിമയുടെ വക്താവും മൗറിത്താനിയൻ സംവിധായകനുമായ അബ്ദുറഹ്മാനെ സിസാക്കോയ്ക്ക് ഇത്തവണത്തെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം നൽകി ആദരിക്കും. ഈജിപ്ഷ്യൻ സിനിമയുടെ ഇതിഹാസമായ യൂസഫ് ഷഹീന്റെ ജന്മശതാബ്ദി ആഘോഷ ഭാഗമായി അദ്ദേഹത്തിന്റെ വിഖ്യാത ചിത്രങ്ങളായ കെയ്റോ സ്റ്റേഷൻ, അലക്സാൻഡ്രിയ എഗെയിൻ ആൻഡ് ഫോറെവർ, ദി അതർ എന്നിവ ഉൾപ്പെടുത്തി റിട്രോസ്പെക്റ്റീവ് വിഭാഗം ഒരുക്കിയിട്ടുണ്ട്. ലോക സിനിമയിലേക്ക് ജാലകം തുറക്കുന്ന 57 സിനിമകൾ ഉൾപ്പെടുന്ന ലോക സിനിമാ വിഭാഗമാണ് പ്രേക്ഷകർക്ക് മുൻപിലുള്ള മറ്റൊരു പ്രധാന വിരുന്ന്. ഇതിൽ ക്വയർ സിനിമയിൽ നിന്നുള്ള ദ ലിറ്റിൽ ട്രംബിൾ ഗേൾസ്, എൻസോ, മിസ് നമ്പർ 3, ദ മിസ്റ്റീരിയസ് ഗേൾസ് ഓഫ് ദി ഫ്ലെമിംഗോ, അമ്രം, കോട്ടൺ ക്യൂൻ തുടങ്ങിയ ചിത്രങ്ങൾ ഉൾപ്പെടുന്നു. അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള മികച്ച ചിത്രങ്ങൾ സുവർണ ചകോരം, രജത ചകോരം പുരസ്കാരങ്ങൾക്കായി മത്സരിക്കും. മലയാള സിനിമ ഇന്ന്, ഇന്ത്യൻ സിനിമ ഇന്ന് എന്നീ വിഭാഗങ്ങൾ സമകാലിക സിനിമയുടെ പുതിയ പാഠങ്ങൾ സമ്മാനിക്കും. ഭാഷാദേശങ്ങൾക്കപ്പുറത്ത് മനുഷ്യനെ ഒന്നിപ്പിക്കുന്ന ഏറ്റവും ജനപ്രീതിയാർന്ന ആധുനിക കലാരൂപം എന്ന നിലയിൽ സിനിമ വഹിക്കുന്ന പങ്കിനെ എടുത്തു കാണിക്കുന്നതായിരിക്കും മേള. ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം.